ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയുടെ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ. ചിക്കന് കുറച്ചിരിക്കുന്നുണ്ട് നമ്മൾ വാങ്ങിയല്ലേ, അപ്പം അത് വെച്ചിട്ട് വറുത്തരച്ചൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ചോറ് ഞങ്ങൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്, ഞാനും പൂജുട്ടിയാ. ഇപ്പം വരും വിസിലേട്ടോ, 1 മിനിറ്റ്. അപ്പോൾ ഓക്കെ, ചോറായി. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തരച്ച് കറി വെക്കണം, കേബേജ് ഉപ്പേരി ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ക്ലീനിങ്ങും ഇന്നലെ വൈകുന്നേരം ചെയ്തുകൊണ്ട് പൂജിട്ട് എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ട്. എനിക്ക് നല്ല പൊടിപ്പൈനും രാത്രി നല്ല പനിയുണ്ട്, അപ്പം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അത് കാരണമാണ് ഞാൻ പൂജുവിനെ ലീവ് ആക്കിച്ചിട്ടുള്ളത്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ. ഞാൻ വേണമൊക്കെ അതെ. അപ്പോൾ പിന്നെ ടൈം നോക്കിയതാ 11:44. ഓക്കെ. അപ്പോൾ നമ്മളിത് അരിഞ്ഞ് പെറുക്കി വെക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയാകും. അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുകി വെച്ചതാണ് കേട്ടോ. ഇനി ഇത് കുനുകുനാന്നേരം അരിഞ്ഞിട്ട് ബാക്കിയൊക്കെ തോല് കളഞ്ഞ് റെഡിയാക്കണം. ഇതൊന്നും ഞാൻ കഴുകിയിട്ടുമില്ല. ആദ്യം കേബേജ് അങ്ങോട്ട് നോക്കി വയ്ക്കാം. ഓക്കെ. നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റാത്ത മേൽവേദന ഉണ്ട് കേട്ടോ. കുറേ ആയി ഇത് തുടങ്ങിയിട്ട്. കുനുകുനാ അരിയാ കേട്ടോ. അപ്പൊ ഈ പനി കൊണ്ട് ഞാൻ കുറച്ച് ദിവസമായി നടക്കണമുണ്ടാവും. നമ്മൾ കുറ്റിപ്പുറത്തേക്ക് പോവാന്ന് വിചാരിക്കണം, കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ ഒരുക്കി വെച്ച് ഫുഡൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാം. എന്നാൽ പിന്നെ സമാധാനത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഇപ്പൊ ഈ പനി സീസൺ ആയ കാരണേ അവിടുന്ന് പോരാൻ നല്ല പാടാ. അപ്പൊ ഇതൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് പോയിട്ട് കാണിക്കാം. ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. ചില ദിവസങ്ങളിൽ മിക്കവാറും ഞാൻ തലേ ദിവസമൊക്കെ അരിഞ്ഞ് പെറുക്കി വെക്കും കേട്ടോ. പിറ്റേ ദിവസം ക്ലാസ് പിള്ളേർക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ, ലീവുള്ള ദിവസമാണെങ്കിൽ ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെടാറില്ല കേട്ടോ. എല്ലാ ദിവസങ്ങളും ഇങ്ങനെ ചെയ്യേണ്ടല്ലോ. ചില ദിവസങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഒരു ദിവസമായിരുന്നു ഇന്ന്. എന്താ വെച്ചാൽ പൂജട്ടി ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വയ്യായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഒറ്റയ്ക്ക് പോകാനുള്ള ചടപ്പുകൊണ്ട് അവളെയും കൂടെ ലീവാക്കിയിട്ട് ഇരുത്തിയതായിരുന്നു കേട്ടോ. കണ്ണൻകുട്ടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് ഫുഡ് കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ രാവിലെ നീട്ടിട്ട് എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തലേ ദിവസം ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേബേജ് കരിഞ്ഞു, ഉള്ളി, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളിയും സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ പൊട്ടറ്റോ അല്ലേ, ഉരുളക്കിഴങ്ങ്, അതെല്ലാം കൂടെ ഒക്കെ ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചു. ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് കുനുകുനാ അരിഞ്ഞ് പെറുക്കി വെക്കാൻ കേട്ടോ. ഇനി നമുക്ക് വേഗം ചിക്കൻ കറി ഉണ്ടാക്കാം. കുക്കർ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സവാള ഇട്ടെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ഇട്ടെടുത്തു. കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടെടുത്തിട്ട് അതങ്ങോട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതൊന്ന് വഴണ്ട് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടെ ഇടുക. തക്കാളി വെന്തുടയാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. അതൊന്ന് വെന്തുടയട്ടെ. എന്നിട്ട് വെന്തുടയുന്ന സമയം കൊണ്ട് നമുക്ക് പൊടിയിടാം. ആ സമയത്താണ് മല്ലിപ്പൊടി തീർന്നിരിക്കുന്നത്. അപ്പോൾ ഞാനതെടുത്തിട്ട് നമ്മുടെ കുഞ്ഞളുക്കിലേക്ക് മാറ്റി വയ്ക്കാൻ കേട്ടോ. നമ്മൾ അന്ന് പൊടിച്ച് വെച്ചതായതുകൊണ്ട് തന്നെ കുറേ ദിവസത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ മഴക്കാലം കഴിയല്ലാണ്ട് മല്ലിമുളകും പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗമില്ല. വറക്കാനല്ല, മല്ലിമുളകും പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുള്ളത് വെച്ചിട്ട് ഇങ്ങനെ പിശുക്കി പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ മുളക് പൊടി നല്ലോണം പിശുക്കുക. എന്താ വെച്ചാൽ അത്രയും എരിവാണേ. മല്ലിപ്പൊടി ഇപ്പോൾ കഴിയാറായാണ്, മുളക് പൊടി ഉണ്ടായിരിക്കുന്നു കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ നമ്മുടെ ഗ്രേവിക്ക് പാകത്തിനനുസരിച്ച്. ഇതിനായിട്ട് കറക്റ്റ് കളവും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. കിഴങ്ങിട്ടിട്ട് ഒരു ലേശം വെള്ളം ഒഴിക്കുക. അത് വേവാൻ വേണ്ടിയിട്ട് കറിയാണല്ലോ, അപ്പോൾ അതിന് ചാറ് വേണമല്ലോ. അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ കുക്കർ അടച്ച് വെച്ച് വിസിൽ 2 വിസിൽ, അതിൻ്റെ ധാരാളം മതിയിട്ടോ ചിക്കൻ വെന്ത് കിട്ടുമേ. അപ്പോൾ ആ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ പരിപാടിയുണ്ട്. വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാളികേരം ചിരകണമല്ലോ. അപ്പോൾ 100 രൂപയ്ക്ക് 2 നാളികേരം കൊടുത്തതാണ്. എടുക്കാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല വിലയുടെ അതുകൊണ്ട്, പിന്നെ എടുക്കാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി കുറേ ആയി ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് കണ്ണൻകുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പൂജിട്ടിക്കൊക്കെ ഒന്നല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടാവും? നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ചിലവർക്ക് ഇഷ്ടാവില്ല, ചിലവർക്ക് ഇഷ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്താക്കി വെച്ചാൽ നമ്മുടെ ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതങ്ങോട്ട് ആവുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരമൊക്കെ ചിരകാമെന്ന് വിചാരിച്ച് കുഞ്ഞൊരു ഉരുളി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ചെറിയുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചതച്ചതും പിന്നെ നമ്മുടെ വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കേബേജും പച്ചമുളകും കേട്ടോ. ചീനമുളകാണെങ്കിൽ നല്ല അടിപൊളിയാണ്. നമ്മളിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ഇട്ടിട്ട് തട്ടിപ്പൊത്തി സിമ്മിലാക്കി അടച്ചു വയ്ക്കാം. അതങ്ങനെ വേവട്ടെ കേട്ടോ.
ആ സമയം കൊണ്ട് ഇനി നമുക്ക് നാളികേരം ചിരകാം. അപ്പോൾ അതാ ചിരവയൊക്കെ എടുത്തൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് അത് മേലെ കയറ്റി വെക്കണ കാരണം അത് കഴുകാണ്ട് എടുക്കുമ്പോൾ പൊടിയോ അല്ലെങ്കിൽ വല്ല കൂറന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആയാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ കുട്ടികളെക്കാളും കഷ്ടമാണ് എൻ്റെ കാര്യം. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. നാളികേരം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കണ്ണൻകുട്ടിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാണ്. പൂജിട്ട് വല്ലപ്പോഴൊക്കെ ഒരു മൂഡ് തോന്നിയേ കുടിക്കാറുള്ളൂ. ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ പകുതി കുടിച്ചിട്ട് പകുതി ഞാൻ അവൾക്ക് കൊടുത്തു. ഇനി ബാക്കി നമ്മൾ ചിരകാൻ വേണ്ടിയിട്ട് ഒരു അരമുറി, ചെറിയൊരു മുറി എടുക്കണുള്ളൂ. അതൊക്കെ ചിരകി വെച്ചു. അതിലേക്ക് നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചേർക്കുന്നത് കുറച്ച് ചെറുള്ളി, 2 വെളുത്തുള്ളി, പെരിഞ്ചീരകം, വേപ്പില. അപ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ ഒരു മസാല കുത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ചിക്കൻ പൊടിയും കൂടെ ആഡ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏലക്ക സ്കിപ്പ് അടിച്ചു. എന്നിട്ട് നമ്മളൊരു പാനിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് വറുക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയാണ്. നമ്മൾ കാണിക്കുമ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അറിയാത്തവരാരെങ്കിലും ഉണ്ടായെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. ഇനി ഇതൊന്ന് ചുമന്നനെ ബ്രൗൺ കളർ ആവണ വരെ മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ, പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ഉണ്ട് 10 രൂപയുടെ ഒരു പാക്കറ്റ് മൊത്തം ഞെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു ചിക്കൻ മസാല അടിപൊളിയായിരിക്കണം കേട്ടോ നമ്മുടെ കറിക്ക്. അത് ചില ബ്രാൻഡുകൾ പൊട്ടയായിരിക്കും. എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടേ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഇതൊക്കെ അങ്ങോട്ട് പച്ചമണം മാറണ വരെ ഒന്നുകൂടെ ഇളക്കിയിട്ട് അത് ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ആ നാളികേരത്തിൻ്റെ അരപ്പ്, വറുത്തരച്ച അരപ്പ് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പാകത്തിന് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നല്ലോണം കുറുന്നനെയാണോ വേണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. നല്ല ലൂസ് പോലെ കറി ചാറ് പോലെയാണ് വേണമെങ്കിൽ അതിനനുസരിച്ചാൽ മതി കേട്ടോ. നമുക്ക് നല്ലോണം ലൂസ് പോലെ വേണ്ട, കുറച്ചൊന്ന് കുറുകിയ പോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നോക്കുക. ഉപ്പുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തിളച്ചൊക്കെ വന്നിട്ട് ഇനി ലാസ്റ്റ് നമ്മളൊന്ന് വറുത്തിടണം. നിർബന്ധമൊന്നുമില്ല. എനിക്ക് ചെറുള്ളിയിൽ വറുത്തിട്ടാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചൊരു പിടി ചെറുള്ളിയും വേപ്പിലയും കൂടെ അങ്ങോട്ട് മൂപ്പിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ കറിയിലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് കൂടുതൽ ടേസ്റ്റുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ വേഗം കറിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം അടച്ച് വെക്കും കേട്ടോ. അതിൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു 3-4 പപ്പടം കൂടെ അങ്ങോട്ട് കാച്ചി എടുക്കാം കേട്ടോ. എന്തായാലും ആയില്ലേ. ഈ ഒരു വറുത്തരച്ച കറിയുടെ കൂടെ പപ്പടം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. സാമ്പാർ, വറുത്തരച്ച മീൻകറി, ഇതിലേക്കൊക്കെ പപ്പടം അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പപ്പടം കൂടെ കാച്ചി നമ്മളിവിടെ എല്ലാവരും പസലായിട്ട് പപ്പടം കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിക്കും പൂജിട്ടിക്കും ഇല്ലാത്തൊരു ശീലമായിരുന്നു. ഈ കണ്ണൻകുട്ടി കഴിക്കണ കണ്ടിട്ട് ഞങ്ങളും അങ്ങനെ കഴിച്ചിട്ട് ഇപ്പോൾ കിട്ടുന്ന പപ്പടം അടിപൊളിയായിട്ട് എന്ത് ടേസ്റ്റ് അറിയോ. വെറുതെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അത്രയും ടേസ്റ്റുള്ള പപ്പടവും കാച്ചിയൊക്കെ നമ്മളൊരു പാത്രത്തിൽ എപ്പോഴത്തെയും പോലെ മാറ്റി വെച്ചിട്ട് ബാക്കി വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടു. ഇനി ഉപ്പേരി നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതും ഒരു പാത്രത്തിലാക്കിയിട്ട് ഇനിയുള്ള വലിയ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി അങ്ങോട്ട് വെക്കും കേട്ടോ. ഈ കുഞ്ഞു പാത്രങ്ങളിലാക്കി വെക്കുമ്പോൾ നമുക്ക് കിച്ചൺ കാണാൻ വേണ്ടിയിട്ട് ഒരു രസം, ഒരു വൃത്തിയും തോന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നമ്മുടെ പപ്പടവും ഉപ്പേരിയും കറിയൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചു. എന്നിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇട്ടു. ഇനി നമുക്ക് അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കണം. നമ്മൾ ഈ വറുത്തിട്ടതിൻ്റെ എണ്ണയും കാര്യങ്ങളും ഒക്കെ അവിടെ പോയിട്ടുണ്ടാവും. വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് നീറ്റായിട്ട് കിടന്നോളും. ഇല്ലെങ്കിൽ ഉറുമ്പും മീച്ചി അതും ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ തുടയ്ക്കുക എന്നുള്ളത് എപ്പോഴും ചെയ്യണ കാര്യമായതുകൊണ്ട് തന്നെ ഇവിടെ പൂജിട്ടിയൊക്കെ എന്നോട് പറയും എനിക്കിതിൻ്റെ ഒരു എന്തോ ഒരു പ്രശ്നമാണ് എന്നുള്ളത്. എന്താ വെച്ചാൽ തുടച്ചേമല്ലേ തുടയ്ക്കുമ്പോൾ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. അങ്ങനെ അല്ലാട്ടോ നമുക്കിതിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ തുടച്ചിട്ട് ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന്. പക്ഷേ അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ അറിയാതെ പോയി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തുടച്ചുകൊണ്ടാണോ എന്തോന്നും എനിക്കറിയില്ല, കൈയിൻ്റെ വേദന നല്ലോണം ഈ തണുപ്പായിട്ടോന്ന് അറിയില്ല, ഒരുവിധം പോയതായിരുന്നു കേട്ടോ, മാറിയതായിരുന്നു. ഇപ്പോൾ രണ്ടാമതും കൈ കടച്ചിൽ വരുന്നുണ്ട്. കൈയിന് റെസ്റ്റ് എടുക്കാനാണ് ഇനി പോയാൽ വേണ്ടിയിട്ട് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് കൂട്ടാക്കിയിട്ടില്ല. റെസ്റ്റ് എടുത്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഇനി വെറുതെ പോയി മരുന്ന് കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കാതെ മാറിയിട്ടില്ലെങ്കിൽ ആ പൈസ വെറുതെ പോണ്ടല്ലോ. അങ്ങനെ അപ്പോൾ ഇതാ നമുക്കിനി കുറച്ച് പാത്രം കൂടെ കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം കുളി കഴിഞ്ഞിട്ട് നമുക്ക് മാമുണ്ണാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൂജിട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ അടിച്ചു വാരൽ കഴിഞ്ഞു, അവൾ അലക്കാനുള്ളത് പൂജിട്ട് അലക്കി, കുളിയും കഴിഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ കുക്ക് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് 2-3 ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇനി കണ്ണൻകുട്ടി വരും കൂടെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ പൂജിട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി മാമുണ്ണാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും. ടാറ്റാ ബൈ, സീ യു.